ഹായ് ഫ്രണ്ട്സ്, പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ പനി എന്നെ വിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. തണുത്ത വെള്ളം കുടിക്കുന്ന അനുസരിച്ച് എനിക്ക് പനി വന്നുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടയിലൊക്കെ ഭയങ്കര വേദനയാണ്. ഈ രാവിലത്തെ ഈ കുളിയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ 9 മണി വരെയൊക്കെ തല ഇങ്ങനെ കെട്ടി വെച്ചേക്കുമല്ലേ, അങ്ങനെ വെള്ളവും താഴും. പിന്നെ ഈ ഒരു കാലാവസ്ഥ, രാവിലെ തണുപ്പ്, ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തണുത്ത വെള്ളവും എടുത്ത് കുടിക്കും. അപ്പോഴത്തേക്ക് പിന്നെ പറയണോ, എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഈ പനി വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇനിയും തണുത്ത വെള്ളം കുടിക്കരുത്, ചൂടുവെള്ളമേ കുടിക്കാവൂന്ന്. പക്ഷേ പനി മാറും, അതിൻ്റെ പുറകെ ഞാൻ തണുത്ത വെള്ളം കുടിക്കും. തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല. ഈ ചുമയും കുരയും വന്നപ്പോഴും തീരുമാനിച്ചു തണുത്ത വെള്ളം കുടിക്കരുതെന്ന്. കണ്ടറിയണം തണുത്ത വെള്ളം കുടിക്കുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിന്ന് ദോശയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാശിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്നൊരു ആണ്ടുണ്ട് കേട്ടോ മുണ്ടയ്ക്കിൽ. അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് ഒന്നും റെഡി ആക്കണ്ട. ഇത് കഴിഞ്ഞ് കാശിയും വിട്ടിട്ട് കുറച്ച് ജോലിയുണ്ട് മുറ്റത്ത്, അതെല്ലാം തീർത്തിട്ട് നമ്മൾ നേരെ മുണ്ടയ്ക്കിലോട്ട് പോകുകയെ. അവിടെയാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ രാത്രി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ കാശിയുടെ ടിഫിനൊക്കെ ഞാൻ റെഡിയാക്കുവാണ്. അതെല്ലാം റെഡിയാക്കി വെച്ച് ഏട്ടന് കഴിക്കാനുള്ള ദോശയും 3 ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ചപ്പാത്തിയാണ്, ഞാൻ ചപ്പാത്തി സാമ്പാറും കൂടെ കഴിക്കും. അതെനിക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ചൂടാക്കത്തതേ ഉള്ളൂ. അപ്പം കാശി എഴുന്നേറ്റ് വരാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചായ അങ്ങിടാമെന്ന് കരുതി. അപ്പം രാവിലെ ഒരു ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്കൊരു ആശ്വാസം ആവുമല്ലോ. ആ ഒരു വലിയ കപ്പ് കണ്ടോ, അത് നിറച്ച് ഞാൻ കോഫി എടുക്കും. എന്നിട്ട് രാവിലെ ആ ഇടുന്ന സമയത്തും കുടിക്കും, പിന്നെ എനിക്ക് തോന്നുമ്പോഴെല്ലാം കുടിക്കും. അത് തീരുന്ന വരെ ഞാൻ തന്നെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം അങ്ങ് അഡിക്റ്റ് ആയിരിക്കുവാണ് ഞാൻ കോഫിക്ക്. പക്ഷേ കോഫി ഒരുപാട് കുടിക്കരുതെന്ന് പറയുന്നു. ഇനി ഞാൻ കുടിക്കത്തില്ലെന്ന് തീരുമാനിക്കും. പക്ഷേ ബ്രൂ കാണുമ്പോൾ ഞാൻ വീണ്ടും കുടിച്ചു പോകും കേട്ടോ. എനിക്കാണെങ്കിൽ പറ്റത്തില്ല കോഫി ഇല്ലാതെ. നേരത്തെ ഇങ്ങനെ ഒരു നിർബന്ധവും ഇല്ലാത്ത ഞാനായിരുന്നു. എനിക്ക് ചായയും വേണ്ട, കാപ്പിയും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കോഫി എപ്പോൾ കിട്ടിയാലും വേണം. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും പറയും, നിനക്ക് എന്തോ പറ്റി, നീ അങ്ങനെയൊന്നും കുടിക്കുന്നതല്ലല്ലോ എന്ന്. ഓരോ സമയം കഴിയുമ്പോഴും ഓരോരുത്തർക്കും ഓരോരോ ഫീലിങ്സ് ആയിരിക്കും. അങ്ങനെ ഏട്ടനുള്ള ചായ റെഡിയാക്കി നേരെ ഏട്ടനെ കൊണ്ട് കൊടുക്കുവാണേ. അപ്പോഴത്തേക്ക് ശ്രീമോൻ അവിടെ കിടന്ന് ചാടുവാണ്. കാശി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വേഗം ഇട്ട് തരാമെന്നും പറഞ്ഞ് ബെൽറ്റൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കാശി ഒന്നും കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ബ്രെഡ് ഉള്ളത് കൊണ്ട് പറഞ്ഞു ബ്രെഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാശിയെ ഞാൻ റെഡിയാക്കിയതിൻ്റെ പേരിലാണ് ശ്രീമോൻ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവന് കുശുമ്പ് കയറിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ബ്രെഡും ഒരു കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാശിയെ വിടാനായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ്. വണ്ടി വരാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ താമസിച്ച വണ്ടി നേരത്തെ വരും, നമ്മൾ നേരത്തെ റെഡിയായ വണ്ടി താമസിച്ചേ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ കാശിയുടെ വണ്ടി വന്നു, കാശി കയറിപ്പോയി. ഇനി മുറ്റത്ത് കുറച്ച് കലാപരിപാടികളുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.